ഓ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. നമ്മൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വലയിട്ടിട്ടുണ്ട്. രാവിലെ നമുക്ക് വലയെടുക്കാം. അപ്പോൾ നമ്മൾ വല ഒത്തിരി ദൂരെയല്ല ആദ്യത്തെ വലയിട്ടിരിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ വാതിക്കൽ തന്നെയാണ് വലയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വലയൊന്ന് എടുക്കാം. ഇവിടെ ഒരു മീൻ, നമ്മുടെ വലയായി ഇത്. വേണ്ട, ഒരു തൂളി വല കിടപ്പുണ്ട്. നമ്മൾ വലാതെ ഇവിടെ നമ്മൾ ഈ വള്ളം അടിക്കാതിരിക്കാൻ ടയർ ഇട്ടിട്ടുണ്ട്. ആ ടയറയിലാണ് നമ്മൾ ഒരറ്റം കെട്ടിയിരിക്കുന്നത്. ഉണ്ടോ? നമുക്ക് എടുക്കാം. ഈ തൂളിയ ഉണ്ടോ? നമ്മുടെ കടവിലായതുകൊണ്ട് മാവിൻ്റെ അഴുക്കൊക്കെ, നമ്മുടെ ഇവിടെ വാതിക്കലൊരു മാവ് നിൽപ്പുണ്ട്. ആ മാവിൻ്റെ ഇലയാണ് ഇലയിലെല്ലാം ഉടക്കിയിരിക്കുന്നത്. നമ്മുടെ വാതിക്കൽ തന്നെ ഇട്ട ഇലയിലാണ് നമുക്ക് ഫസ്റ്റില് തന്നെ നമുക്ക് 3 തൂളിയായി ഇപ്പം. മാവിൻ്റെ ഇലയാണ് നമ്മൾ ആറിനക്കരക്കര ക്രോസ് ചെയ്തിരിക്കുക വല. ചെറിയ മീൻ ഉടക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ട് തൂളി. ഓ, ഇത് തൂളിച്ചാകരയാണ്. ഇവിടെ നമ്മളൊരു കല്ലിട്ടിട്ടുണ്ട്, അത് നമുക്കെടുക്കാം. വല പൊങ്ങിക്കിടക്കാതിരിക്കാനാണ് നമ്മൾ ഈ കല്ലിടുന്നത്. വലിയ പെരുത്ത തൂളിയ കക്ക. ഇവിടെ ഇന്ന് തൂളിയുടെ ചാകരയാണ്. വലയിൽ അപ്പടി ഉണ്ട. കൂട്ടത്തിൽ ചെറിയ ഉടക്കുകളും വരുന്നുണ്ട്. നമുക്കെടുത്ത് വലയിലെല്ലാം ഉണ്ട നിറച്ച്. ഇന്ന് തൂളി മൊത്തം തൂളിയ. ഇങ്ങനെയുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നപ്പോ തൂളിയെല്ലാം ചത്തുപോയി അല്ലേ? നമ്മൾ വലയിട്ട് കഴിയുമ്പോൾ രാത്രി ഒരു 11 മണിയാകുമ്പോൾ നമ്മളൊന്ന് നോക്കുന്നതായിരുന്നു. അപ്പം ഇന്നലെ ഞാനത് നോക്കിയില്ലായിരുന്നു. അതാണ് ഇന്ന് ഈ തൂളിയൊക്കെ ചാകാൻ കാര്യം. அப்படி இருந்தா
പൊട്ടിയ കക്കായ വെള്ളം തിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്. വലിയ കക്കായുടെ ഇനിയുണ്ട് ഇത്. ഒത്തിരി തൂളിയ. എൻ്റെ ദൈവമേ, ഈ ഇത്രയും തൂളി കൊള്ളാം. ഇനിയുണ്ട്. ഇന്ന് വല നിറച്ച് തൂളിയ. പറ്റുന്നു. ഇനിയുണ്ട്. നമ്മളിക്കരെ ഇറമ്പി വന്നു. അല്ല വലിച്ച് തീരുകയാണ്. അത് ഇവിടെ കുറ്റി നാട്ടി കെട്ടിയിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ വല വലിച്ച് തീർന്ന് ഇനി നമുക്ക് നേരെ വീട്ടിൽ കടവിൽ ചെന്ന് മീനെടുക്കാം. നമുക്ക് ഒത്തിരി തൂളിയായി. ഇത്രയും തൂളി എടുത്ത് വരുമ്പോൾ സമയം ഒത്തിരി ആവും. ആയാലും കൂടി ചെല്ലാം നമുക്ക്. നമ്മൾ കടവിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കിതെല്ലാം വലയെല്ലാം മീനൊന്നും എടുക്കാം. നമ്മൾ മീനെടുത്ത് തീരുക. ഒക്കെ കണ്ടാനം കയറി ഉടക്കിയിരിക്കുക. കുറച്ചൊക്കെ വലയുടെ കണ്ണിയൊക്കെ പൊട്ടിച്ച് നമുക്ക് എടുക്കാനൊക്കെ. ഇതിങ്ങനെയൊക്കെ ഉടക്കിയാൽ എങ്ങനെ എടുക്കും? നോക്കാം. നമ്മളെടുത്ത് അതെടുത്ത് ഇപ്പം ഈ ഒരു തുളിയുടെ ഉള്ളു. ഇങ്ങനെ എടുക്കാം. ഇന്ന് നമുക്ക് ഈ ഒരു വലയിൽ ഒത്തിരി തൂളിയാണ് കിട്ടിയത്. ഒത്തിരി ഉണ്ട്. നമുക്ക് ഈ വലയൊന്ന് കെട്ടി വെക്കാം. കെട്ടി വെച്ചിട്ട് അടുത്ത വല നമുക്ക് വലിക്കാം. അടുത്ത വല ഇട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാറിയാണ്. നമുക്ക് അവിടേക്ക് പോവാം. നമ്മൾ വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വല നമുക്ക് എടുക്കാം. അതെ, ഒരു മീൻ കിടന്ന് ഉണ്ടോ? ഫസ്റ്റിലെ നമുക്ക് ഒരു കുറുവായ കിട്ടുന്നു. ആ ഈ സാധനം കണ്ടോ? ഇതിനെ നമുക്ക് എടുക്കാം. ഇതാകെ നാശമായിരിക്കുക. ഏതായാലും ഇതിനെ നമ്മൾ കൊല്ലുന്നില്ല. ഏതായാലും ജീവനുള്ള സാധനമല്ലേ, പോട്ടെ. ഓ, ഇനി ഞങ്ങളുടെ വല വന്ന് കയറരുത്. പള്ളത്തിയുണ്ട്. പള്ളത്തി എത്തുപോയി. ഈ വല 50 mm ആണ്. അതാണ് ഇത് തൂളി കിട്ടാത്തത്.
അത് വന്നിട്ട് അങ്ങും ഇങ്ങും ഓരോ മീനേ ഉള്ളൂ. അറിഞ്ഞില്ല ഇത് ഉണ്ടോ, അറിഞ്ഞില്ല ഇത് നല്ല സൂപ്പർ മീനാണ്. ഇത് നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, നല്ല ടേസ്റ്റുള്ള മീനായത്. തൂളിയ അങ്ങനെ വല ഉടക്കിയിരിക്കുക. വല കീറിയാ പോകുന്നത്. കുറുവ ഈ കുറ്റിയെ ഇട്ട് ഇനിയിപ്പോൾ കിഴക്കോട്ടാണ്. ഈ കാടിനെ നമുക്ക് കുറച്ച് ഭാഗം റൗണ്ട് ചെയ്ത്, കാര്യം വല അക്കരെ നിന്ന് ഇട്ട് ഇക്കരെ വന്നപ്പോൾ ഒത്തിരി വല അധികം വരിക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ട് കിഴക്കോട്ടിട്ട് ഈ കാടിൻ്റെ ചുറ്റും ഇട്ട് വലയെല്ലാം എടുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് നേരെ വീട്ടിലോട്ട് ചെന്ന് മീനെടുക്കാം. നമ്മൾ വീട്ടിൽ കടയിൽ ചെന്ന് ഇനി നമുക്ക് ഇതേലെ മീനൊന്നും എടുക്കാം. തരാം കരയുണ്ട തരാം. അടുത്ത കുഞ്ഞും വന്ന് അതിനും കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം മീൻ നമ്മൾ മൊത്തം ഇങ്ങനെ എടുക്കട്ടെ. കുറച്ചേറെ സമയം എടുക്കും മീൻ എടുത്ത് തീരാൻ. ശരീര മീൻ ഒത്തിരി ഉണ്ട്. ഇതൊക്കെ അല്ല നമ്മൾ മുമ്പേ മീൻ കൊടുത്തത്. ഇത് ഗർഭിണി പൂച്ചയാ. ഇനി നമുക്ക് ഒരു മീനൂടെ കൊടുക്കാം. അമ്മിണി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ലാസ്റ്റ് മീന. നമ്മൾ ഈ വലയിൽ ഇറക്കി വെക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒത്തിരി തൂളി കിട്ടി. അതുപോലെ തന്നെ കുറുവായും കിട്ടി. കണ്ടോ, ഒത്തിരി തൂളി ഒത്തിരി കുറുവായും ഉണ്ട്. കണ്ടോ, ഇത്ര മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. നമുക്കിത് 2-3 പേര് തൂളി ചോദിച്ചിട്ടുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കണം. ബാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളോട് വലയിടുന്ന ഒരാൾ പറഞ്ഞ പോലെ വെട്ടി തേച്ച് കഴിയാൻ നല്ലപോലെ. ഇപ്പം നല്ല വെയിലുമാണ്. അപ്പം നമുക്ക് ബാക്കി തൂളി ഉണങ്ങുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഏതായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. പൂളിയുടെ വലിപ്പമുണ്ട്, ഭയങ്കര തൂളിയാണ്.